മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എനിക്ക് അതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഞാൻ ഇതൊന്നും കാണാറില്ല. ഞാൻ ഇവിടെ ചില മനുഷ്യന്മാര് ജീവിക്കാൻ വേണ്ടിയിട്ട് കോമാളി വേഷം കെട്ടാറുണ്ട്. എന്നാൽ മറ്റു ചിലരുണ്ട് ജീവിക്കുന്നതേ കോമാളികളായിട്ടാണ്. ആ ഗണത്തിൽപ്പെട്ട ചിലരെയൊക്കെയാണ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. ബാർ ഡാൻസ് രേണുസുധിയുടെ ബാർ ഡാൻസ്, ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം. സീരിയസ്ലി ഞാൻ പറയാം, ഞാൻ വേണ്ട പോട്ട് പുല്ല് എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ട കണ്ടന്റാണ്. പിന്നെയും എൻ്റെ 100ഓളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നു, അതുപോലെ നീ ഇത് ചെയ്യടാ, നീ ഇതൊന്നും കാണുന്നില്ലടാ, എടാ നീ ഇതൊന്നും ചെയ്യുന്നില്ല. ഞാൻ അപ്പോഴും അവരുടെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് വയ്യ, മടിച്ച് എനിക്ക് വയ്യ. എന്നിട്ട് എനിക്ക് കൂടുതൽ റെക്കമെൻഡേഷൻ വരുന്നു, എടാ എല്ലാവരും ചെയ്യുന്നു, നീ ചെയ്യടാ, നിന്റെ വായിലെന്നുള്ള സംസാരം കേൾക്കാൻ ഒരു ആഗ്രഹമൊന്നും. അത്രയ്ക്ക് വലിയ സെറ്റപ്പ് ഒന്നും ഞാൻ ഇല്ല. ഞാൻ ഇവിടെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ഞാൻ തട്ടിമുട്ടി പോകുന്നത്. എന്നാൽ രേണുസുധിയെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ ചിലർക്കെങ്കിലും ഒരു ആഗ്രഹം. ആ ആഗ്രഹം ഞാനങ്ങ് സബലീകരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവളുടെ കണ്ടന്റ് അന്നേ ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഇനി എടുക്കൂല. എന്തെങ്കിലും റിലവൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ എടുക്കുമെന്ന്. എന്നാൽ ഇതൊരു റിലവൻ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ഇതൊരു റിലവൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. അതായത് രേണുസുധി ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുണ്ടായിരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മക്കള് എനിക്ക് കാണണം, എനിക്ക് മുട്ടടിക്കണം, എൻ്റെ കിച്ചൻ്റെ ഹൃദപ്പാ, എൻ്റെ സുധിട്ടാ ഞാൻ എത്തി. ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. എന്നാൽ പുറത്തിറങ്ങിയ രേണു അടുത്ത ദിവസം മുതൽ റീൽ ഷൂട്ട്, തിരക്ക്, പിന്നെ മക്കളെ കാണാൻ വയ്യ. ഇപ്പം ദുബായിലും ഷൂട്ട്, അങ്ങനെ മക്കളെ കാണാൻ വയ്യ. ഇവിടെ എല്ലാം പോകുമ്പോഴും മക്കളെ കാണാതെ ആകുമ്പം ഈ പറഞ്ഞു ട്രൂമയിലോട്ട് പോവില്ലേ? അന്ന് ട്രോമയിൽ പോകണമെന്നല്ലേ പറഞ്ഞ്, ഇപ്പം ട്രൂമയിലോട്ടൊന്നും പോകുന്നില്ലേ? ഇതാണ് ഇവളുടെ ഡ്രാമ. കേട്ടാ, ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇനി ഉപദേശിക്കാനൊന്നും വരുന്നില്ല, നന്നാവില്ല. പുതിയ ഡാൻസ് രൂപം, പുതിയൊരു കലാരൂപം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സൈഡിൽ ഇരുന്ന് കാണാം. കണ്ടല്ലോ, ടങ്കട്ട. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ഡാൻസ്. വിചാരങ്ങൾ വിചാരിച്ചാൽ തോന്നും എന്തുവാടെ ഇതൊക്കെ കാണിക്കുന്നതെന്ന്. നിലവാരമില്ലാതെ വെറും തരം താഴ്ന്ന് അത്രയും ശോചനീയ അവസ്ഥയിലൂടെ രേണുസുധി കടന്നു പോകുന്നത് കാണുമ്പോൾ വെറും പുച്ഛമാണ് തോന്നുന്നത്. ഒരു സമയത്ത് വിമർശിക്കുകയും പിന്നെ ഞാനൊരു കോമഡി പീസായിട്ട് കാണുകയൊക്കെ രേണുവിനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ നിലവാരമില്ലാതെ മനുഷ്യന്മാർ എത്രത്തോളം തരം താഴ്ന്നു പോകാൻ പറ്റും എന്ന് രേണുസുധി എന്ന് പറയുന്ന വ്യക്തി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. ഇത്രയും ഒരു തറ രൂപത്തിൽ ആയി മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു ബാർ ഡാൻസ് ഒക്കെ പോയി ചെയ്യുക. അപ്പൊ ചോദിക്കും, ബാർ ഡാൻസ് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും തറയാണെന്ന്. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. ബിഗ് ബോസിൽ അവിടെ തട്ടിമുട്ടി 1-2 ദിവസമെങ്കിലും പോയിട്ട് വന്നതാണ്. പിന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ വലിയ ലോകം കണ്ട നന്മ വരാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു പേരുണ്ടായിരുന്നു. അത് നശിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ട് പോവുകയാണ്, ബാർ ഡാൻസിലോട്ട് പോയിരിക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് കൂട്ടുന്നത് നാളെ നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ഭാവിയെ ബാധിക്കത്തില്ലേ? ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പിള്ളേർ ചോദിക്കില്ലേ, നിന്റെ അമ്മ ബാർ ഡാൻസും കളിച്ച് നടക്കല്ലേ എന്ന്? ആ ചോദ്യം ആ കുട്ടി ഫേസ് ചെയ്യേണ്ടി വരൂലേ? ഇതിനെയൊക്കെ പറ്റിയിട്ട് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാളെ നിങ്ങളുടെ മക്കളെ ഭാവി എന്ന് രാജ്യരാമായണം പറയാറുണ്ടല്ലോ, ആ മക്കളെ ഭാവിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഏവപ്പെടെ അല്ലേ? അതിനൊന്നും സമയമില്ലല്ലോ. ഇത്രയും തരം താഴ്ന്ന് പോകരുത് മനുഷ്യൻ. സത്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിക്കാൻ വേണ്ടി കോമാളി വേഷം കെട്ടാം, പക്ഷെ ജീവിക്കുന്നതേ കോമാളിയായിട്ട് ഒരു വേഷമായിട്ടും അതൊരു സ്വന്തം ഇതാക്കി നടക്കുന്നത് എനിക്ക് യോജിപ്പുള്ളൊരു കാര്യമല്ല. എന്തായാലും രേണു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രേണുവിനെ കുറിച്ചിട്ട് സീതാലിസം എന്ന് പറയുന്ന ചാനലിൽ ആ ലേഡി പറഞ്ഞിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്, എനിക്ക് നല്ല വാലിഡ് പോയിന്റ് ആയിട്ട് തോന്നി. കേട്ടു നോക്കാം. ധാരണയൊന്നും എനിക്ക് പാടില്ല, എന്നെപ്പോലെ ആർക്കും പാടില്ല. ഇപ്പോൾ എന്ത് ചപ്പും ചവറുമാണെങ്കിലും എവിടെയും ചെന്ന് എന്ത് കാട്ടിക്കൂട്ടാനും രേണുസുധി തയ്യാറാകുകയാണ്. എവിടെയും ആർക്കും കിട്ടും. നമുക്കൊരു മൂല്യമുണ്ട്, അത് നമ്മൾ ആരും നശിപ്പിക്കരുത്. ഒരാളുടെ മൂല്യ തകർച്ച നമ്മുടെ കൺമുന്നിലാണ് കണ്ടത്. രേണുസുധി എന്ന വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ അയ്യോ പാവം എങ്ങനെ ജീവിക്കും അത് ഇത് എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നീട് പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ, അവൾ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പിന്തുണച്ചു. അതേ നമ്മൾ ഇപ്പോൾ അവരെ കാണുമ്പോൾ പുച്ഛത്തോടെയാണ് നോക്കുന്നത്, സഹതാപത്തോടെ, ഒരു വിലയില്ലാത്തവളെ പോലെ. കഷ്ടം, പാവം, കോമാളിത്തരം. എന്തിന് ഈ ഒരു രീതിയിലേക്കായി നമ്മുടെ പ്രതികരണം. അവരങ്ങനെ ആക്കിയതാണ്. ഇനിയിപ്പോ എന്റെ ഈ വീഡിയോ കാണുന്ന 100 പേരുണ്ടെങ്കിൽ അതിലൊരു 10 കമന്റ് എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോട്ടേടാ വിട്ടൂടേടാ നിനക്ക് എന്നുള്ള രീതിയിലായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധവയായതുകൊണ്ടാണ്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ, ഈ ഒരു സാധനം ഒരു ഹൈപ്പ് അവർക്കുണ്ട്, അത് കാലാകാലമുണ്ട്. പക്ഷേ
അവർ പോലും മനസ്സിലാക്കുന്നില്ല അവർ സ്വന്തമായിട്ട് കുഴിച്ച് അതിൻ്റെ അകത്താണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഇത്രയും വലിയ ഷോയിൽ പോയിട്ട് അവിടെ ഒരു ഗെയിം കളിക്കാൻ പോലും അറിഞ്ഞൂടാ, നശിപ്പിച്ച് നാറാണത്താക്കി. എന്നാലും ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള ഒരു പേരെങ്കിലും ഉണ്ട്. ആ ഒരു ലെവലെങ്കിലും കീപ്പ് ചെയ്ത് മുന്നോട്ടുള്ള ജീവിതം ജീവിച്ചൂടെ? പക്ഷെ കോമാളിത്തനം കെട്ടിയേ അടങ്ങും. ആര് പൈസ കൊടുത്ത് എന്ത് ചീപ്പ് പ്രൊമോഷൻ വിളിച്ചു കഴിഞ്ഞാലും പോകും. ഈ ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കളിച്ചും കൊണ്ട് സീരിയസ്ലി പറയും, ഈ ബാർ ഡാൻസ് ഒക്കെ കളിക്കുന്നത് അത്ര നല്ല ക്വാളിറ്റി സ്വഭാവമുള്ള ആൾക്കാരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത്യാവശ്യമൊക്കെ വെടക്കുകളായിരിക്കും ഈ ബാർ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്ന ടീംസ്. അവിടെ പോവുക, ആ ഒരു സെറ്റപ്പ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി അവരെ മൊത്തത്തിൽ ആക്ഷേപിച്ചെന്നൊക്കെ ഉള്ള സംസാരം വരും. ഓക്കെ, അങ്ങനെയല്ല എങ്കിലും പോട്ട്. ആ ഒരു ലെവലിലോട്ട് അത്രയും തരം താഴ്ന്ന മനുഷ്യൻ പോകുമ്പോൾ ഒന്ന് ആലോചിക്കുക. ദുബായ് ആദ്യമായിട്ട് കണ്ടു. ഇതിപ്പം മറ്റേ ഏതോ സിനിമയിലല്ല, അക്കരയിലാണെന്ന് തോന്നുന്നു. ലാലേട്ടന് അവസരം അമേരിക്കയിലോട്ട് പോകാൻ കിട്ടുമ്പോൾ ശ്രീനിവാസൻ അവന്റെ ചെരുപ്പ് വരെ കഴുകി കൊടുക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ദുബായിലോട്ട് പോകാൻ ഒരു അവസരം കിട്ടിയപ്പോൾ എന്ത് പഴിയും ചെയ്യും അല്ലെങ്കിൽ എന്തും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തുനിഞ്ഞിറങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. മനുഷ്യന്മാർ തരം താഴ്ന്നതിൽ ഒരു പരിധി ഉണ്ടടേ. സ്വന്തം നിലയും വിലയും കളഞ്ഞുകൊണ്ട് ഇത്രയും ചീപ്പാകാൻ പാടില്ല. വളരെ വളരെ അധികം ശോചനീയ അവസ്ഥയാണ് എനിക്ക് രേണുസുധിയെ കാണുമ്പോൾ തോന്നുന്നത്. എന്ന് വേണമെങ്കിൽ കാറ് തുപ്പാനും തോന്നും. എന്തായാലും ഇതിന്റെ താഴെ ഇപ്പോൾ കുറെ പേര് പറയും. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുക, ഇത്ര നിലവാരമില്ലാതെ ആകരുത്. കുറെ പേര് പറയും വിധവ പെൻഷൻ വാങ്ങിച്ചു ഉടറേ. പിന്നെ സീതാ ചേച്ചി പറ, നമ്മുടെ മൂല്യം മറ്റൊരാൾ ഇല്ലാതാക്കുന്നതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരാൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലോ നമ്മളെ മോശമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ തന്നെ നമ്മുടെ മൂല്യം ഇല്ലാതാക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ജീവിതത്തിലെ. ഒരാൾക്കും സംഭവിച്ചുകൂടാ. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഇന്ന് സംസാരിച്ചതും ഇതിനു വേണ്ടി മാത്രമാണ്. അവഗണന എന്ന ഒരു സൂത്രവിദ്യ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാം അങ്ങ് അവഗണിച്ചേക്കാം എന്ന് ചിന്തിച്ചാൽ അതൊരിക്കലും നല്ലതാവില്ല. അത് എന്റെ പൊന്ന് സീത ചേച്ചി, ബുദ്ധിയും വിവരവും ബോധം ഉള്ളവരെടുത്ത് പറയണം, അല്ലാത്തവരെടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്തോ ഒരു ലെവലിൽ പോവാണ്. ഇനിയിപ്പം കുറെ എണ്ണം സപ്പോർട്ട് ചെയ്ത് ഇറങ്ങും. മറ്റേ സജിനെയും കിജിനെയും ഒക്കെ ആയിട്ട് കുറെ എണ്ണം അങ്ങോട്ട് വാരി വലിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങും. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നുമുണ്ട്. സീരിയസ്ലി പറയാമല്ലോ, എനിക്ക് പുച്ഛമാണ് അവരുടെ അടുത്തൊക്കെ തോന്നുന്നത്. എന്ത് തോന്നിവാസം കാണിച്ചാൽ അതിനെയൊക്കെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലെ കുറെ എണ്ണം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ വീണ്ടും ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ഇവിടെ മനുഷ്യന്മാരായ കുറച്ച് നിലയും വിലയും വേണോടെ എന്ന് വെച്ചിട്ട് നമ്മൾ മറ്റങ്ങ് റോക്കറ്റ് കയറി നിൽക്കുന്ന ഇതൊന്നും കാണിക്കണ്ട. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കുറച്ച് നിലയും വിലയും ഇല്ലെങ്കിൽ നാളെ ഇതെല്ലാം നമുക്ക് തന്നെ തിരിഞ്ഞു കൊത്തും. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ടേ. രേണു എന്ന് പറയുന്ന സ്ത്രീ, നിങ്ങളുടെ കുട്ടി സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്നതാണ്. ആ കുട്ടിയുടെ അടുത്ത് കൂടെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ചോദിക്കുകയാണ്, നിന്റെ അമ്മ ബാർ ഡാൻസും കളിച്ച് നടക്കുന്ന ടീമല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, കഥാഖുതം. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇന്നേ വരെ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടാ? ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്ക്. എനിക്ക് കൂടുതലൊന്നും പറയല്ല. ഇനിയിപ്പോ ഇതിന് നല്ല ഒന്നാം തരം ന്യായീകരണം എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ട്. കേട്ടോ നോക്കാം. ആരുടെ? രേണുസുധി. ഹലോ, നമസ്കാരം. രേണുസുധി വീണ്ടും വന്നു കേട്ടോ. വരുമല്ലോ, വരാനുള്ള വഴി തങ്ങൂലല്ലോ, വീണ്ടും വരും. നമസ്കാരം പറഞ്ഞാട്ടെ, എന്താണ് മൊഴിയാൻ പോകുന്നതെന്ന് അടിയനൊന്ന് കേൾക്കട്ടെ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വന്നെന്നുള്ളത്. കാരണം ഒരു പാപ്പിലോണിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവർ കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എന്താ പറയുക, എപ്പോഴൊക്കെ ദുബായിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ബഹ്റിനിലും അവിടെയൊക്കെ, അതായത് വിദേശങ്ങളിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ എനിക്കങ്ങനല്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പൊ സാധിച്ചിരിക്കുന്നത്. ഞാനത് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പൊ സാധിച്ചിരിക്കുന്നത്. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയെന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ ദുബായിലോട്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നത്തം കൊട്ടി വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ബാറിൽ പോയിട്ട് പ്രമോഷൻ, അതും മറ്റേ കുറെ പേര് ഫ്രണ്ടി ഇരിക്കണം, അതിന്റെ മുന്നിൽ കോമാളിയായിട്ട് ഡാൻസ് കളിച്ച് കാണിക്കുക. വെറും കോമാളി. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടവരാതം കാണിച്ചതുപോലെ എനിക്ക് തോന്നി. സീരിയസ്ലി പറയാം. കുറെ പേരിരുന്ന് കുടിക്കുകയാണ്. അതിന്റെ ഫ്രണ്ടിൽ വെറും ഒരു കോമാളി കണക്ക്, അല്ലെങ്കിൽ അത്രയും തരം താഴ്ന്ന ലെവലിൽ നിന്ന് അവന്മാർക്ക് ആസ്വദിക്കാൻ കണക്കിന് നിന്ന് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണോ രേണുസുധി? എനിക്കിതാണ് ചോദിക്കാനുള്ളത്. കുറെ എണ്ണം ന്യായീകരിക്കും, വിധവയില്ലടാ വെറുതെ വിടറാന്ന്, നീ ചെലവിന് കൊടുക്കൂടാന്ന്. എന്റെ വട്ടി കൊടുക്കും ചെലവിന്. എനിക്ക് പിന്നെ ഇതിന് ചെലവിന് കൊടുക്കല്ലേ എന്റെ പണി. ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ കാണിക്കുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം. എനിക്കൊന്നും പറയാനില്ല. വെറും പുച്ഛം. അതിൻ്റെ അപ്പുറം എനിക്ക് ഇതിൻ്റെ അടുത്തൊക്കെ ഒരു തേങ്ങയും തോന്നുന്നില്ല. സീരിയസ്ലി പറയാം, വെറും പുച്ഛം. എൻ്റെ പൊന്നടാവേ, മനുഷ്യന്മാർക്ക് എത്രത്തോളം തരം താഴാൻ പറ്റും അതിൻ്റെ അങ്ങ് അറ്റം വരെ തരം താഴ്ന്നു. നല്ല ഒരു കാര്യം നിങ്ങളെ ചൂണ്ടി കാണിച്ചിട്ട്
രേണുസുതി ഈ ചെയ്തത് നല്ലതെന്ന് പറയും. ഒരെണ്ണം പോലും ലൈഫിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. ഇനിയെങ്കിലും നല്ലോണം ജീവിക്കാൻ നോക്ക്. നാട്ടുകാരെ കൊണ്ട് വായിലിരിക്കുന്നത് പറയിപ്പിക്കാണ്ട് നല്ലോണം ജീവിക്കാൻ നോക്ക്. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസം കാണിക്കുന്ന ഈ വൃത്തികെട്ട സ്വഭാവം ഒന്ന് മാറ്റിയേക്കും കേട്ടോ. അല്ലെങ്കിൽ വലിയ വില കൊടുക്കും. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതെല്ലാം വെറും പോക്കർത്തനങ്ങളായിരുന്നെന്ന് മനസ്സിലാക്കും. അന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് കരഞ്ഞിട്ടും കാര്യമില്ല. വേണമെങ്കിൽ നന്നാവാൻ നോക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൊക്കോ ബാറില്ല ബെവറേജില്ല എവിടെയെന്നാ വെച്ച് പോയി ഡാൻസ് കളി നിമിഷമാണ് അത്. എനിക്ക് വലിയ കാര്യം തന്നെയാണ് എൻ്റെ ലൈഫിൽ. സോ ഐ എം ഹാപ്പി. ഞാനിവിടെ പാപ്പിലോണിലുണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ ഇനിയും വരിക. ഞാൻ 10-ാം തീയതി വരെ ഇവിടെ കാണും നമ്മുടെ പാപ്പിലോണിൽ. ഓക്കെ, ധൈര്യമുള്ള പാപ്പിലോണിൽ ഞാനുണ്ട്. നിങ്ങൾ എന്നെ വന്ന് കാണണം. ഓക്കെ, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും പറയാണ്, ആരെന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ് ഇവിടെ വന്നത്. സോ താങ്ക് യു, എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഒത്തിരി താങ്ക്സ്. ഹലോ, നമസ്കാരം. ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് കലാകാരിയ കോമാളിത്തനങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കലാകാരിയ. പിന്നെ 10-ാം തീയതി വരെ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടല്ലോ. കുട്ടികളെ കാണാതെ ട്രാമയിലോട്ട് പോവില്ലേ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിച്ചത്. ട്രാമയിലോട്ട് പോവില്ലേ? ഇപ്പൊ എന്താ കുട്ടികളെ കാണാതെ ട്രാമയിലെത്തൂലേ? എന്റെ പൊന്നടാകെ, നാടകമേ ജീവിതം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഈ നാടകം അഭിനയിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പാപ്പലമാണ് ഗീപലമാണ്. എന്തായാലും കൊള്ളാം. അവർ മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. ഒരു കോമാളിയെ കണക്കിന് കൊണ്ട് നിർത്തി ഒരു ഡാൻസും കളിപ്പിച്ച് വിട്ട് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തോന്നും മനുഷ്യരുടെ ഇങ്ങനെയും തരം താഴ്ന്ന് തറപ്പറ്റ മനുഷ്യർക്ക് സാധിക്കുമോ? പുച്ഛം മാത്രം വീണ്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്. മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേരോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും. രേണുസുതിയാണല്ലോ റീച്ചില്ല, ആൾക്ക് തട്ടിക്കോട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. രേണുസുതി അത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നുമല്ല. ഓക്കെ, കോമാളിത്തനം കാണിച്ചിട്ട് പ്രമോഷൻ പോലെ. പിന്നെ ഞാനൊരു കാര്യം പറയും. ഓഡിയൻസ് മറ്റേ ഇതായിരുന്നു, ഫാമിലി ഓഡിയൻസ് ബാറിന്റെ അകത്ത്. നല്ലതാ കള്ളം കുടിച്ചോണ്ടിരിക്കണമാരെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ടീംസിന് ഞാനിനി എന്നാ പറയാനാ? പിന്നെ റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യാനാ. അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് കാണാനല്ല ഞാൻ വീഡിയോ എന്ന്. ഞാനെന്നല്ല ഒരു മനുഷ്യന്. എല്ലാവരും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് വീഡിയോ ഇടുന്നത് സ്വന്തമായിട്ട് കാണാനല്ല, മറ്റുള്ളവരും കൂടി കണ്ട് റീച്ച് കിട്ടാനാ. അല്ലാണ്ട് എന്തിനാടെ എന്തുവാടെ ബോധവും വിവരവും ഇല്ലാതെയൊക്കെ തുപ്പുന്നത് വന്നിരുന്നു. ഈ വിവരമില്ലായ്മ ഒരു ഹരമാണ്. പിന്നെ എന്റെ 100ഓളം ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നു. ഞാനൊന്നും കണ്ടില്ല രാമനാരായണ. ഞാൻ പറയുന്നില്ലടേ, പറഞ്ഞാൽ എനിക്ക് വയ്യ. വീണ്ടും പഴയ കഥകളിലോട്ട് പോകും. എന്നാലും പുച്ഛത്തിന്റെ അതിന് കുറവില്ല. ഈ ദുബായിലോട്ട് പോണതിന് മുന്നേ ഇവിടെ നിന്നൊരു ഗ്ലാസ് ഒക്കെ വെച്ച് നിന്ന് മെഴുകി സംസാരിച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നമുക്കൊന്ന് കാണാം. ദുബായിൽ പോകുന്നുണ്ട്. 25-ാം തീയതി വ്യാഴാഴ്ച പോകും. എത്ര ദിവസം ഉണ്ടാവും അവിടെ? ഒരു 15 ദിവസം. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ രേണുവിനെ അവിടെ വന്ന് മീറ്റ് ചെയ്യാം അല്ലേ? അതെ, മലയാളികൾ പ്രവാസികൾക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നു. റെസ്റ്റോറന്റ് പാപ്പിലോൺ. അത് എവിടെയായിരുന്നു? 15 ദിവസം കുട്ടികളെ മാറി നിൽക്കുമ്പോൾ ട്രോമയിലോട്ട് പോവില്ലേ രേണുസുതി? ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന ചില ടീംസ് ഉണ്ട് കേട്ടോ. മെമ്പർഷിപ്പ് ലൈവൊക്കെ ചെയ്യുന്നവര്, അവർക്കും പറയാൻ ചിലപ്പോൾ ഒരു കഥ കാണും. പോക്കൃത്തനമാണ് കാണിക്കുന്നത്. ഒരു കഥ കാണും പറയാൻ. സീരിയസ്ലി ഞാൻ അങ്ങനെ കുറച്ചു പേരുടെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. നിസ്സായ അവസ്ഥ അത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെതായ സൈറ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ പോയി തോന്നിയവസങ്ങൾ കാണിക്കും, യൂട്യൂബിൽ കാണിക്കരുതെന്ന്. കാരണം വേറൊന്നുമില്ല, കുട്ടികളടക്കം കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ഈ മെമ്പർഷിപ്പ് ഓളികളടുത്ത് ഞാൻ പറയാറുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരും അവരുടേതായ നിസ്സായ അവസ്ഥ കഥകളൊക്കെ പറയും. തോന്നിയവാസം കാണിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ പറയും, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസം കാണിക്കരുത്. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം മരിച്ചു പോകും. മരിച്ച് മൺമറഞ്ഞു പോകും. പക്ഷെ മരിച്ചതിന് ശേഷവും നമ്മളെ പറ്റിയിട്ട് ആരും നല്ലത് പറഞ്ഞ് കാലാകാലം വാഴ്ത്തണമെന്നൊന്നുമില്ല. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തതായിട്ട് നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക. അല്ലാണ്ട് ജീവിതം മൊത്തം അപരാധം കാട്ടിക്കൂട്ടി തോന്നിവാസങ്ങളും ചെയ്ത് പല അപരാധങ്ങളും ചെയ്ത് കൂട്ടി നടന്നിട്ട് അവസാനം
മരിക്കുന്നതിന് തൊട്ട് മുന്നേ ചിന്തിക്കാൻ ഒരു നല്ല കാര്യം പോലും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിർത്തിപ്പോയ മെമ്പർഷിപ്പ് ഓളുകളും ഉണ്ട്. മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന നിർത്തിപ്പോയ ചേച്ചിമാർ വരെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അവർക്കും ഉണ്ടേ പറയാനൊരു കഥ. ഇനി പോട്ട്, എന്തിനാണ് അതിപ്പോ ഇവിടെ പറഞ്ഞെന്നല്ലേ. ബാർ ഡാൻസിലും ഭേദം മെമ്പർഷിപ്പാ. ഇനോഗ്രേഷൻ അല്ല, പ്രോഗ്രാമാണ്, പ്രമോഷൻസും. പാപ്പിലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പ്രമോഷനും കാര്യങ്ങളൊക്കെ. അല്ലടാ, പച്ചക്കോയിലെ ഡ്യൂപ്ലിക്കേറ്റ്. പാസ്പോർട്ട് എപ്പോൾ കിട്ടിയതെന്ന് കുറേ നാളായി. ഇതൊക്കെ എന്തോ അഭിമാനത്തോടു കൂടി കൊണ്ട് നടക്കുകയാണ്. എന്തോ അഭിമാനത്തോട് ഈ ബാർ ഡാൻസും അതുപോലെ നെഗറ്റീവും നാട്ടുകാരുടെ തള്ളക്ക് വിളിയും എന്തോ അഭിമാനത്തോടു കൊണ്ട് നടക്കുകയാണ്. കുറെ എണ്ണം വന്ന് കമന്റ് വിധവയില്ലടാ, വെറുതെ വിട്ടുവിടെ. ഈ ലോകത്തെ വിധവകളെല്ലാം ഇതുപോലെ അപരാധം കാണിച്ചാണോ നടക്കുന്നത്? ചോദിക്കുന്നതിന് ഉത്തരം എന്താ? നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ ജീവിക്കാൻ വിടുന്നില്ല എന്നാ കാണിക്കുന്ന അപരാധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നാകട അമ്മച്ചിയുടെ മാവും കലോന്ന്. കൊള്ളാം. ഇനി ഇവരുടെയൊക്കെ കൂടെ റീലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഇവരും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ട് നോക്കുക. ഇതാസെറ്റന്റെ കൂടെയൊക്കെ വാഞ്ഞ റീലുകളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ടീംസാണ്. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ട് നോക്കുക. ജോലിക്കാണോ പോയേക്കുന്നേ? അല്ല, ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നൊക്കെ. രേണു റീസെന്റ് ഇപ്പോ ദുബായിലൊക്കെ പോയല്ലോ. ഈ ബിഗ് ബോസ് ഒക്കെ കിട്ടിയ കാരണമാണോ രേണുവിന് അങ്ങനെ അവസരങ്ങൾ കിട്ടിയത്? ഈ ദുബായി പോകുന്ന ഒരു അവസരമല്ല. ഞാൻ എന്റെ 20ാമത്തെ വയസ്സ് മുതല് പ്രവാസിയാണ്. അപ്പോ ഈ ദുബായി പോവുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവമൊന്നുമല്ല. അത് ആർക്ക് വേണേലും പോകാമല്ലോ. അതിപ്പോ ബിഗ് ബോസിൽ പോകണം അങ്ങനൊന്നും ഇല്ല. ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസയുണ്ട്, വിസിറ്റ് വിസയുണ്ട്, എങ്കിൽ ആർക്കും പോകാം. ബിഗ് ബോസില് കയറുന്നതിന്റെ മുന്നേ രേണുവിന് അങ്ങനെ ആരും കൊണ്ടുപോയിട്ടില്ല ദുബായിലേക്കൊന്നും. ഒരു വിസ എടുത്ത് അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ള രീതിയിലൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ ജോലിക്കാണോ പോയേക്കുന്നേ? ജോലിക്കല്ല, ബാർ ഡാൻസിലാ പോയിരിക്കണ ചേച്ചി. അറിഞ്ഞില്ലല്ലേ? ഇതൊക്കെ അറിയണം. ഈ ദുബായിൽ പോകുന്നത് ആന കാര്യമൊന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണം പോവാടെ. ഇല്ലാത്ത വലിയ ആന മറ്റേ കുടികുത്തിയ കാര്യമൊന്നുമില്ല. അപ്പൊ പൈസ വേണം, പൈസ വേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടിക്ക് പോകണമായിരുന്നു. ഇതേ ഉള്ളൂ എൻ്റെ ചോദ്യം. ഒരു ചീപ്പ് ക്വാളിറ്റി ഇല്ലാത്ത പരിപാടിക്ക് പോകണമായിരുന്നു. ആലോചിക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അമ്മാനായിക്കളെ ഇവിടെ. എന്തായാലും കൂട്ടുകാരിയല്ല, നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട്ടിന്റെ കൂട്ടുകാരി പറ. അല്ല, ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നൊക്കെ. ബാറില് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു. അതൊരു ഭാഗ്യമോ ഇത് എന്താ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് നോർമൽ ആൾക്കാർ പോകുന്ന പോലെ പോയതല്ലേ. എന്തിനു പോയേക്കുവാണെന്ന് തോന്നുന്നു. പക്ഷെ ബാറിൽ ഡാൻസ് ഒക്കെ ബാറിൽ ഡാൻസ് കളിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എനിക്ക് അറിയില്ല അതിനാന്ന് പോയേക്കുന്നതെന്ന്. ഇവിടെ കുറെ മീഡിയക്കാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരിന്ന് കഴിക്കുന്നു, അപ്പം രേണു ഡാൻസ് കളിക്കുന്നതൊക്കെ. അത് തന്നെ ബാർ ഡാൻസ്. എന്നിട്ട് അത് വന്നിരുന്നു ബാർ ഡാൻസ് അല്ല, മറ്റേ ദേശഭക്തി ഗാനത്തിന്റെ ഡാൻസ് കളിച്ച പോലെയാണ് പറയുന്നത്. പോട്ടെ, നമ്മൾ പറഞ്ഞു നന്നാക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. പിന്നെ ഇനിയിപ്പോൾ കുറേ എണ്ണം വരും. വിധവ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിനക്കെന്താടാന്ന്. എനിക്കൊരു തേങ്ങയില്ല, ഞാൻ പറയാനുള്ള പറയും, ഇനിയും പറയും, വല്ലതും ചെയ്യാണ്ട പോയി കേസ് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.